അതേസമയം അഭിയും പല്ലവിയും വീടിനുള്ളിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ മാലിനി ദേഷ്യത്തോട് അഭിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാം നശിപ്പിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? പല്ലവിയും അഭിയും അത് കേട്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ മാലിനി അഭിയെ നോക്കിക്കൊണ്ട് തുടർന്നു, സായിചന്ദ്രനെയും സതീഷിനെയും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നില്ലേ? എന്തിനാ ഓഫീസിലേക്ക് പോയി മുത്തശ്ശനോട് വഴക്കിട്ടത്? ഇന്ന് മാലിനി അത്രയൊക്കെ കടുപ്പിച്ചിട്ട് സംസാരിച്ചിട്ടും അഭിക്കൊന്നും തോന്നിയില്ല. അവൻ അലക്ഷ്യമായി അവരോട് ചോദിച്ചു, എന്താണ് കാര്യം? ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് അമ്മ അറിഞ്ഞോ എന്ന് പല്ലവിയും ചിന്തിച്ചു. മാലിനി അവരോട് പറഞ്ഞു, എന്താ സംഭവിച്ചതെന്നോ? 10 മിനിറ്റ് മുമ്പ് എനിക്ക് ഓഫീസിൽ നിന്ന് മാനേജറുടെ ഒരു കോൾ വന്നിരുന്നു. ഇവൻ മുത്തശ്ശനോട് തർക്കിച്ചതുകൊണ്ട് നിന്നെ ഓഫീസിൽ നിന്ന് അദ്ദേഹം പുറത്താക്കി അല്ലേ? കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പല്ലവിക്കും അഭിക്കും അവരോട് പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇവിടെ എത്തൂ എന്ന് അഭിക്ക് ആദ്യമേ ഉറപ്പായിരുന്നു. മാലിനി വീണ്ടും പറഞ്ഞു, ഹിൽവ്യൂ മാൻഷന്റെ പ്രൊജക്ടിനായി പല്ലവി എത്ര കഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ എല്ലാം പോയില്ലേ? പ്രൊജക്ട് നേടിക്കൊടുത്തതിന് പ്രതിഫലമായി നിനക്ക് മുത്തശ്ശൻ ഒരു ബിൽഡിംഗ് ഓഫർ ചെയ്തിരുന്നില്ലേ? അതും നിന്റെ ജോലിയും സ്ഥാനമാനങ്ങളും എല്ലാം ഇപ്പൊ പോയി കിട്ടിയില്ലേ? ഇവൻ എന്തിനാണിപ്പോ വെറുതെ മുത്തശ്ശനോട് തർക്കിക്കാൻ നിന്നത്? മാലിനിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അവർ പിന്നെയും പറഞ്ഞു, പല്ലവിയാണ് മുത്തശ്ശനോട് വഴക്കിട്ടതെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇവൾക്കെന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുത്ത് മുത്തശ്ശൻ തന്റെ പേരക്കുട്ടിയോട് ക്ഷമിക്കുമായിരുന്നു. നിനക്ക് എവിടെന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയത്? ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മാലിനി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. തങ്ങളുടെ കുടുംബത്തെ അഭി പ്രതിസന്ധിയിലാക്കി എന്ന ഭാവത്തിലായിരുന്നു മാലിനി. അവർ വീണ്ടും എന്തെങ്കിലും പറയുന്നതിന് മുൻപേ പല്ലവി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതൊന്നും അഭിയുടെ കുറ്റമല്ല. മുത്തശ്ശൻ സതീഷിനെ മുഴുവനായി വിശ്വസിച്ചു. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പല്ലവിയും അപ്പോൾ നല്ല ദേഷ്യത്തിലായിരുന്നു. അത് കേട്ടതും മാലിനി മകളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അവരവളെ ചോദ്യം ചെയ്തു, ശരി, ഇനി എന്താ നിന്റെ പ്ലാൻ? ഈ ഒന്നിനും കൊള്ളാത്തവൻ കാരണം നിനക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയും നീ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവൻ കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായത്? മാലിനിക്ക് പല്ലവിയുടെ പ്രവൃത്തിയിൽ നിരാശ തോന്നി. അവർ തുടർന്നു, എന്തൊക്കെയാണെങ്കിലും എത്ര എതിർപ്പുണ്ടെങ്കിലും അത് മുത്തശ്ശന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ മുത്തശ്ശൻ ഇത്രയും വലിയൊരു തീരുമാനം ഇത്ര പെട്ടെന്ന് എടുക്കില്ലായിരുന്നു. നിങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ ഫോണെടുത്ത് മുത്തശ്ശനെ വിളിക്കേ. എന്നിട്ടും അഭിയും പല്ലവിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മാലിനിക്ക് ദേഷ്യം കൂടി. എന്താണ് രണ്ടാളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അമ്മയുടെ വാക്കുകൾ പല്ലവിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ സ്വയം പറഞ്ഞു, അഭി തെറ്റുകാരനല്ലെങ്കിൽ പോലും ഇതിന്റെയെല്ലാം അനന്തരഫലങ്ങൾ വളരെ മോശമായി അഭിയെ ബാധിക്കും എന്നുറപ്പാണ്. ഇപ്പൊ എനിക്ക് ജോലിയോ കുടുംബത്തിന്റെയോ സപ്പോർട്ടില്ല. അതുപോലെ സതീഷിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ വാർത്ത ഇനി എല്ലാവരുടെ അടുത്തും എത്താൻ അധിക സമയമെടുക്കില്ല. ദിനേശിനെയും മഹേശ്വരനെയും എല്ലാം ചേർത്ത് എന്നെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഇനി ഇവിടെ പരക്കും. എല്ലായിടത്തും ഇനി ഇതുതന്നെയാകും ചൂടുള്ള ചർച്ച. പല്ലവിയുടെ കണ്ണുകളിൽ ആശങ്കയുണ്ടായിരുന്നു. അഭിക്ക് തന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് മാലിനി അവന്റെ തോളിൽ കുലുക്കിക്കൊണ്ട് പറഞ്ഞത്, നിനക്കെപ്പോഴും സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മുത്തശ്ശനോട് പോയി മാപ്പ് പറ. അതുകൊണ്ടൊന്നും ഇനി കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. മുത്തശ്ശൻ എന്ത് ശിക്ഷ നൽകിയാലും നീ അത് സ്വീകരിക്കണം. രവി ഇപ്പോഴും ഹോസ്പിറ്റലാണ്, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മാലിനിയുടെ കണ്ണിൽ അഭിയൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അഭി മാപ്പും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ നേരിട്ട് മുത്തശ്ശനെ കണ്ട് അപേക്ഷിച്ച് ഇതെല്ലാം ശരിയാക്കാം എന്ന് മാലിനി വിശ്വസിച്ചു. അഭി എപ്പോഴും അവരെ അനുസരിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഇത്തവണ അവൻ പറഞ്ഞത് കേട്ട് മാലിനിയോടൊപ്പം പല്ലവിയും ഞെട്ടിപ്പോയി. മാലിനിയുടെ വാക്കുകളോട് വളരെ ശാന്തമായി പ്രതികരിച്ചുകൊണ്ട് അഭി പറഞ്ഞു, ഞാൻ മുത്തശ്ശനോട് മാപ്പ് പറയില്ല. മുത്തശ്ശനാണ് പല്ലവിയോട് മാപ്പ് പറയേണ്ടത്. അഭിയുടെ വാക്കുകൾ കേട്ട മാലിനി തന്റെ മരുമകനെ ഒരു നിമിഷം അന്തം വിട്ട് നോക്കി നിന്നു. അഭിയെ വീണ്ടും ശപിക്കാനും ശകാരിക്കാനും തുടങ്ങിയായിരുന്നു അവർ. അവന്റെ ഈ വാക്ക് കേട്ട് പിന്നീട് ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്നു. ഇവന് ഭ്രാന്തി പിടിച്ചോ എന്നാണ് അവരാലോചിച്ചത്. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാലിനി പറഞ്ഞു, അഭി, നീ ആദ്യം പോയി വല്ല ഡോക്ടറെയും കാണ്. നിനക്ക് ഭ്രാന്തായെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? അത് കേട്ട് അഭി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, അമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മുത്തശ്ശൻ തന്നെ വന്ന് പല്ലവിയോട് ക്ഷമ ചോദിക്കും. അതും പറഞ്ഞ് അവൻ തന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് ഇവൻ ഇത്രയും ആത്മവിശ്വാസം ഉണ്ടായത്? മാലിനി സ്വയം ചോദിച്ചു. ശേഷം അവനോട് പറഞ്ഞു, എന്താണ് നീ ഉദ്ദേശിച്ചത്? വ്യക്തമായി പറ. പക്ഷെ അഭി ഒന്നും പറഞ്ഞില്ല. അവന്റെ മുറിയുടെ വാതിലടയുന്ന ശബ്ദം മാത്രമായിരുന്നു അവനിൽ നിന്നുമുണ്ടായ മറുപടി. മാലിനി തലയിൽ കൈവച്ച് അവിടെയിരുന്നു. പല്ലവിക്ക് പക്ഷേ അപ്പോൾ യാതൊരു ടെൻഷനും തോന്നിയില്ല. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അഭി ഒരു കാര്യവും വെറുതെ പറയില്ലെന്ന് അവൾക്ക് ഇതിനകം തന്നെ മനസ്സിലായിരുന്നു. അവൻ ഇതിന്
എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ചിന്തിച്ച് പല്ലവി വളരെ കൂളായി തന്നെ തന്റെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി. മറുവശത്ത് സതീഷും സായിചന്ദ്രനും ഹിൽവ്യൂ മാൻഷന്റെ ബിൽഡിങ്ങിന്റെ അകത്തെത്തിയിരുന്നു. അവരൊരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് നേരെ ദിനേശിന്റെ അടുത്തേക്ക് ചെന്നു. ദിനേശ് പക്ഷേ അവരെ അപ്പോൾ കണ്ടിരുന്നില്ല. അയാൾ പല ഫയലുകൾ നോക്കുകയായിരുന്നു. അപ്പോൾ സായിചന്ദ്രൻ പറഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ ദിനേശ്. ദിനേശ് തന്റെ ഫയലുകൾക്കിടയിൽ നിന്ന് തല ഉയർത്തി അവരെ രണ്ടുപേരെയും നോക്കി. ആ രണ്ട് മുഖങ്ങൾ കണ്ടതും ദിനേശ് ഒന്ന് ഞെട്ടി. അയാൾ അവരോട് പരുഷമായി ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ചെയ്യുന്നത്? അയാളുടെ അഹങ്കാരത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ സതീഷിന് ദേഷ്യം തോന്നി. സായിചന്ദ്രന്റെ മുഖവും മാറിയിരുന്നു. എങ്കിലും അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഞങ്ങളുടെ സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ഒരു കരാർ ഒപ്പിട്ടിരുന്നില്ലേ? അതിന്റെ കാര്യം. എന്നാൽ സായിചന്ദ്രൻ തന്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ദിനേശ് അയാളെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, കരാർ ഒപ്പിടുന്ന സമയത്ത് നിങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? സായിചന്ദ്രൻ ആരാണെന്നോ അയാൾക്ക് തന്നെക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ടെന്നോ ദിനേശിന് വിഷയമായിരുന്നില്ല. അയാളോട് ശക്തമായി ദിനേശ് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സായിചന്ദ്രൻ മെല്ലെ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ രണ്ടുപേരും അന്നവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലെന്താണ് പ്രശ്നം? നിങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് ഈ പ്രൊജക്ട് തന്നതല്ലേ? അതുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആരംഭിക്കാം. ഇത് കേട്ട് ദിനേശ് അല്പനേരം എന്തോ ആലോചിക്കുന്നത് പോലെ നിന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ ആരുമായാണോ ഈ കരാർ ഒപ്പിട്ടത് ആ ആളെ തന്നെ എനിക്കിവിടെ കാണണം. ദിനേശ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പോൾ സായിചന്ദ്രൻ നിസ്സഹായതയോടെ ചോദിച്ചു, മിസ്റ്റർ ദിനേശ്, നിങ്ങൾ എന്തിനാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഇത് കേട്ടതും ദിനേശ് ഒട്ടും അയവില്ലാതെ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളൂ. ഇനിയിവിടെ നിന്നിട്ട് കാര്യമില്ല. മിസ് പല്ലവി വന്നാൽ മാത്രമേ ഞാൻ മീറ്റിംഗ് നടത്തൂ. ഇതെല്ലാം കേട്ടപ്പോൾ സതീഷിന് അയാളെ ഇടിക്കാൻ വരെ തോന്നിപ്പോയി. പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, മിസ് പല്ലവി കുറച്ച് ബിസിയാണ്. അവരൊരു മാസത്തെ ലീവിന് പോയതാണ്. സതീഷിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അതവന്റെ നല്ലൊരു നീക്കമായി സായിചന്ദ്രന് തോന്നി. ഇനി എന്തായാലും ദിനേശ് എക്സ്ക്യൂസ് ഒന്നും പറയില്ലെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ അപ്പോൾ ദിനേശ് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, എന്നാ നമുക്ക് അവർ തിരിച്ചെത്തിയിട്ട് ബാക്കി ജോലി തുടങ്ങാം. ഞാൻ വെയിറ്റ് ചെയ്തോളാം. സതീഷ് തന്റെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. അങ്ങനൊരു മറുപടി സത്യത്തിൽ അവൻ പ്രതീക്ഷിച്ചില്ല. സതീഷ് പറഞ്ഞു, നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് പണി വഹിപ്പിക്കണോ? അത് ശരിയാണോ? സതീഷിന്റെ വാക്കുകളിൽ ഒരു ഭീഷണി ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ഇത് കേട്ടതും സതീഷിന്റെ മുഖത്ത് പെട്ടെന്നൊരു പുഞ്ചിരി വിടർന്നു. അവൻ സതീഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് ചോദ്യഭാവത്തിൽ പറഞ്ഞു, നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ദിനേശ് അങ്ങനെ പറഞ്ഞതും സായിചന്ദ്രൻ അതിലപകടം മണത്തു. ദിനേശിനെ പിണക്കിയാൽ അതിന് തങ്ങൾ വലിയ വില നൽകേണ്ടി വരും എന്ന് അയാൾക്കറിയാമായിരുന്നു. സായിചന്ദ്രൻ വേഗം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, മിസ്റ്റർ ദിനേശ്, ഞങ്ങളെങ്ങനെ നിങ്ങളെ ഭീഷണിപ്പെടുത്തും? ഒരു തമാശ പറഞ്ഞല്ലേ? ദിനേശ് വീണ്ടും തന്റെ ഫയൽ കയ്യിലെടുത്തു. എന്നിട്ട് അച്ഛനെയും മകനെയും മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ പോയിക്കോളൂ. മിസ് പല്ലവി ഇല്ലാതെ ഇനി ആരും ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. രണ്ടുപേരും വീണ്ടും അപമാനിതരായി. ഈ അപമാനം ആരും കണ്ടില്ലെന്ന ആശ്വാസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഒന്നും ചെയ്യാൻ കഴിയാതെ അവരവിടെ നിന്നും ഇറങ്ങി. അവർ പോയതും ദിനേശ് പെട്ടെന്ന് ഫോണെടുത്ത് ആർക്കോ ഒരു മെസ്സേജ് അയച്ചു. മറുവശത്ത് അബിയുടെയും പല്ലവിയുടെയും വീട്ടിൽ അബിക്ക് വാസുദേവനിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. അവനത് അറ്റൻഡ് ചെയ്തപ്പോൾ വാസുദേവൻ പറഞ്ഞു, പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അബി പറഞ്ഞു, കൊള്ളാം, നമുക്ക് പിന്നീട് സംസാരിക്കാം. അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ആ സമയം അബി കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വന്നത്. അവൾ അവനോട് ചോദിച്ചു, നീ ആരോടാണ് സംസാരിക്കുന്നത്? പല്ലവിയുടെ ചോദ്യം കേട്ടപ്പോൾ അബി ഒന്ന് പരിഭ്രാന്തനായി. അവൻ വേഗം ഒരു ഒഴിവ് പറഞ്ഞു, അതൊന്നുമില്ല, നിനക്ക് വിശക്കുന്നുണ്ടോ? ഭക്ഷണം വേഗം തന്നെ തയ്യാറാകും, ഒരു 5 മിനിറ്റ്. പല്ലവി പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോവാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് എന്തോ ഓർമ്മ വന്നത്. അവൾ അവിടെ തന്നെ നിന്നുകൊണ്ട് അബിയോട് ചോദിച്ചു, അല്ല, നീ എങ്ങനെയപ്പോ ആ ഗോൾഡൻ ബാറിലെത്തി? നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അബി പല്ലവിയോട് എന്ത് പറയും? താൻ ആരാണെന്ന സത്യം അവൻ അവളോട് പറയുമോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.